NSS കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും നടത്തി. വനിതാ കമ്മിറ്റി രൂപീകരണവും നടന്നു. സാമൂഹ്യ സേവന മേഖലയിൽ നിറസാന്നിധ്യമായ NSS കോട്ടച്ചേരി കരയോഗം വാർഷിക യോഗവും കുടുംബസംഗമവും വനിതാ കമ്മിറ്റി രൂപീകരണവും നടത്തി. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും കാഞ്ഞങ്ങാട് നീലേശ്വരം ആകാശപാത എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നും അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും വാർഷിക യോഗം ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് ലയൺസ് ഹാളിൽ നടന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2006 മുതൽ ആ മേഖലയിൽ അതിനു മുമ്പ് തന്നെ വനിതാ സമാജം ഉണ്ടെങ്കിലും 2006 മുതലാണ് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് വനിതാ സമാജത്തിന്റെ കീഴിൽ സ്വാശ്രയശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സംഘങ്ങളൊക്കെ രൂപീകരിക്കാൻ ആരംഭിച്ചത്. കോട്ടച്ചേരി കരയോഗത്തിന് എന്തുകൊണ്ടോ ഇത്രയും വർഷമായിട്ട് വനിതാ വിഭാഗത്തിന് ഒരു വനിതാ സമാജം ഇല്ലാതെ പോയി എന്നുള്ള ആ ഒരു പോരായ്മ പരിഹരിക്കുവാനുള്ള ഒരു സുവർണാവസരമായി ആണ് ഇന്നത്തെ പൊതുയോഗത്തെ ഞാൻ കാണുന്നത്. അതേതായാലും നല്ലൊരു കാര്യമാണ്. എല്ലായ്പ്പോഴും നമ്മുടെ ഈ കരയോഗത്തിന്റെ പ്രവർത്തനത്തിൽ എല്ലാ മേഖലകളിലും ഒരു സംഘടനയുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായത് അതിന്റെ വനിതാ വിഭാഗമാണ്. എവിടെയാണോ വനിതാ വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നത് അവിടെ കരയോഗം ശക്തമായി ഉണ്ട് എന്ന അനുഭവത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നു. കരയോഗം പ്രസിഡന്റ് ഇടയിലം ചെറിയോൻ നായർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി PJ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. കരയോഗം സെക്രട്ടറി P ദിവാകരൻ നായർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ K ബാലകൃഷ്ണൻ നായർ വരവച്ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 80 വയസ്സ് പൂർത്തിയായ കരയോഗം അംഗം PV സരള മേലാങ്കോട്ട്, വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം നേടിയ MK കൃഷ്ണപ്രിയ, ആദിത്യൻ ദിവാകരൻ, MK ജഗന്നാഥൻ എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി P ദിവാകരൻ നായർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി K വിജയകൃഷ്ണൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി സന്ധ്യ ദിവാകരനെ പ്രസിഡന്റായും, ലതാ കുഞ്ഞിരാമനെ വൈസ് പ്രസിഡന്റായും, TP ബിന്ദുവിനെ സെക്രട്ടറിയായും, അഞ്ജു ബാലഗോപാലിനെ ജോയിന്റ് സെക്രട്ടറിയായും, ദിവ്യ സുധീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.